ഇന്നേ ദിവസം ഈശോ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ഞാനോ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഞാനോ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല എന്ന് ഈശോ പറഞ്ഞു. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് അനുകൂലമായിട്ട് ദൈവമുണ്ട്, അനുകൂലമായിട്ട് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അനുകൂലമായിട്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം, അനുകൂലമായ ദൈവം നമുക്കെല്ലാം അനുകൂലമാക്കി തീർക്കും. ഹല്ലേലൂയ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കർത്താവിൻ്റെ സമാധാനത്തിൽ ഇന്നത്തെ ദിവസമായിരിക്കുവാൻ ഇടയാകട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു യാത്രയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഔചാരിതമായിട്ട് നമുക്കിങ്ങനെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തരുമ്പോൾ ഇങ്ങനെ ലൈവ് വരാറുണ്ട്. ഞാൻ ഈ തൊപ്പി വെച്ചതൊക്കെ നമ്മളൊരു യാത്രയ്ക്ക് പോകുന്നതുകൊണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ തൊപ്പി ഊരി വചനം പറയാൻ നിന്ന് കഴിഞ്ഞാൽ മുടിയൊക്കെ വല്ലാതായിരിക്കും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടമില്ല. ഞാൻ എന്നോട് ചോദിക്കാറുണ്ട് തൊപ്പിയൊക്കെ വെച്ച് വചനം പറയുന്നത്. അത് വേറെ ഒന്നുമായിട്ടല്ല, നമ്മൾ വല്ലയിടത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് ഉള്ളിലൊരു ചിന്ത നൽകുന്നത്. ആ ചിന്ത നമ്മൾ ആ സമയത്ത് തന്നെ ഈശോയുടെ മക്കളുമായിട്ട് നമ്മൾ പങ്കുവെക്കുമ്പം ആ ഒരു അഭിഷേകമുണ്ട്. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പിന്നെ എന്നുള്ള അങ്ങനൊരു ഗൈഡൻസ് കിട്ടാറില്ല. ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു മെസ്സേജ്. ഇപ്പം ഇത് വീഡിയോ ക്ലിപ്പിങ്സ് ആകട്ടെ, ലൈവ് പ്രെയർ ആകട്ടെ, അങ്ങനെ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വരുമ്പോഴാണ് നമ്മളെപ്പോഴും മെസ്സേജുകൾ ഈ ഒരു പേജിൽ ഇടാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങിയ അന്ന് മുതൽ 2019 മുതൽ എപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് ആയിട്ടുള്ളൊരു മെസ്സേജായിട്ട് പരിശുദ്ധാത്മാവ് കൊടുക്കുവാണ്. സോ എല്ലാ മഹത്വവും ഈശോയ്ക്ക്. എഫെസോസ് ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ബൈബിള് ദൈവത്തിന്റെ വചനം പറയുകയാണ്, പുതിയ നിയമത്തിലാണിത്. എഫെസോസ് ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായ കർത്താവ് ഉള്ളിൽ വസിക്കുന്ന ഓരോ ദൈവമക്കളെ നോക്കി ദൈവവചനം പറയുകയാണ്, നമ്മിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നു. ദർ ഇസ് എ പവർ വർക്കിംഗ് ഇൻസൈഡ് ഓഫ് യു. ഇത് നമ്മൾ ഈ ഒരു പവറിനെ കുറിച്ച് മനസ്സിലാക്കണം. ദർ ഇസ് എ പവർ അവൈലബിൾ ഫോർ യു. ദർ ഇസ് എ പവർ വർക്കിംഗ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാര്യം എനിക്കറിയാൻ മേല. ചില അവസ്ഥകളിൽ ഇതെങ്ങനെ ഈ കാര്യത്തിന് അത് എന്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ആര് നമുക്ക് വേണ്ടി ഇടപെടും. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നു. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഉറങ്ങുമ്പോഴും എണീറ്റിരിക്കുമ്പോഴും 24/7 സ്പിരിറ്റ് തലത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. ഈ ശക്തി എന്ന് പറഞ്ഞാൽ ഇത് അനോയിറ്റിംഗ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു അനോയിറ്റിങ്ങിനെ മനസ്സിലാക്കണം. ഇത് നമുക്കുള്ളത് തിരിച്ചറിയണം. ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാന്ന് മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ദൈവം അബ്രാഹത്തിന് ബ്ലെസ്സിങ് കൊടുത്തപ്പോൾ അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്, നിന്നിലൂടെ അനേക വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ലോകത്തുള്ള സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. കാരണം അബ്രാഹത്തിന് കൊടുത്തൊരു ബ്ലെസ്സിങ്. അബ്രാഹത്തിന് സഹായം ചെയ്യുന്നവരെ, അബ്രാഹത്തിന് അനുകൂലമായി നിൽക്കുന്നവരെ, അബ്രാഹത്തെ സഹായിക്കുന്നവരെ, അബ്രാഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അബ്രാഹത്തോട് നിന്നെ ഞാൻ അനുഗ്രഹിക്കും, അബ്രാഹമേ നിന്നെ ഞാൻ ബ്ലെസ് ചെയ്യും. എന്നിട്ട് പറയുകയാണ്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിനക്കെതിരായി നിൽക്കുന്നവരെ, നിനക്കെതിരായി പ്രവർത്തിക്കുന്നവരെ, നിനക്കെതിരായി സംസാരിക്കുന്നവരെ അപ്പോൾ അവരാരാ ഡീൽ ചെയ്യുന്നത്? ദൈവം ഡീൽ ചെയ്യും. കാരണം എന്താ? ദൈവം അബ്രാഹത്തിന് മേലൊരു പകർച്ച, ഒരു അഭിഷേകം കൊടുത്തേക്കുവാണ്. അതാണ് എബ്രഹാമിക് അനോയിറ്റിംഗ്, എബ്രഹാമിക് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജൂയിഷ് പീപ്പിൾ, ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് മേളിലേക്ക് ഈ ഒരു അഭിഷേകം വന്നതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് ഇങ്ങനെ കൺവേർട്ടഡ് ആയിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഒരു അനോയിറ്റിംഗ് ആണ്. അപ്പൊ ഈ അനോയിറ്റിംഗ്, ദിസ് ഈസ് വെരി പവർഫുൾ. ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായത് ഏത് സമൂഹത്തിൽ നിന്ന്?
ഇസ്രായേലിൽ നിന്നുള്ള ഈ പറയുന്ന ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് ഇന്ന് ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ, ഈ ഭൂമിക്ക് അനുഗ്രഹമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പല ടെക്നോളജിക്കൽ ആയിട്ടുള്ള സംഭവം. ഇപ്പോൾ ഫേസ്ബുക്ക്, ഇപ്പം നമ്മളിപ്പോൾ ഈ ആപ്പ്, യൂട്യൂബ്, ഈ പറയുന്ന ഗൂഗിൾ, എല്ലാ സംഭവങ്ങളും, ഇന്റർനെറ്റ്, അത് ഒരു ജൂയിഷ് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് 99% ഉണ്ടായേക്കുന്നത്. 99.99%. അപ്പം അതിൻ്റെ കാരണം, അത് നമ്മൾ പറയും അവർക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണെന്ന് പറയും. പക്ഷെ വചനത്തിൽ അതിനൊരു ഉത്തരം നൽകുന്നുണ്ട്. ദൈവം അബ്രാഹത്തിന് കൊടുത്ത ഒരു പവറാണ്, ഒരു അനോയിറ്റിംഗ് ആണ്. അപ്പൊ ഈ ഒരു അനോയിറ്റിങ് ഇത് ട്രാൻസ്ഫർ ആയിട്ട് നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. ഗലാത്യ ലേഖനത്തിന്റെ 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ വിശ്വസിക്കണം, നമ്മളെ അനുഗ്രഹിക്കുന്നവരെ, സഹായിക്കുന്നവരെ ദൈവം സഹായിക്കും. പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ച ഒരു വ്യക്തിയെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവം സഹായിക്കും. അവർക്കെതിരെ നിന്നു കഴിഞ്ഞാൽ ദൈവം അവർക്കെതിരായിട്ട് നിൽക്കും. ഗലാത്യ 3-ാം അധ്യായം 13-ാം വാക്യം. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. മരത്തിൽ തൂക്കപ്പെടുന്നവന് ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. അപ്പൊ ഗോസ്പലിന്റെ ഏറ്റവും വലിയ ഒരു പവർ, ഗോസ്പൽ അത് ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ മാത്രം ഈ ഒരു പവറിനെ ദൈവം ഒതുക്കി വെക്കുവല്ല. ദൈവം അബ്രാഹത്തിന് ലഭിച്ച ഈ ഒരു പവർ, ഈ ഒരു ബ്ലെസ്സിങ്, അനോയിറ്റിംഗ് യേശു ക്രിസ്തുവിലൂടെ വിജാതീയരിലേക്ക്, ലോകത്തുള്ള സകല മനുഷ്യരിലേക്കും ഈ പവർ വ്യാപരിപ്പിക്കുകയാണ്. ജൂതന്മാരെ മാത്രം ലോകത്തിന് അനുഗ്രഹമാക്കി നിർത്തുന്നതിൽ നിന്ന് ദൈവപുത്രനെ സ്വീകരിക്കുന്നവരിൽ, ദൈവപുത്രന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെട്ട ഓരോ വ്യക്തികളുടെ ഉള്ളിലേക്കും ഈ പവർ വന്ന്, അത് വിശ്വാസം വഴി. എങ്ങനെ നമുക്കിത് സ്വീകരിക്കാൻ സാധിക്കുന്നത്? വിശ്വാസത്തിലൂടെ നമുക്ക് സ്വീകരിക്കുകയാണ്. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്, യേശു ക്രൂശിൽ മരിച്ചത്. അപ്പം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച, ആത്മാവിന്റെ അഭിഷേകം കിട്ടിയ ഒരു വ്യക്തിക്ക് പിന്നെ അവിടെ ആ വ്യക്തിയും ജൂതനും തമ്മിൽ ജൂതനെന്നോ അങ്ങനത്തെ യാതൊരു വ്യത്യാസവും ഇല്ല. കാരണം ഇതേ ലേഖനത്തിന്, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. അപ്പൊ ആ വ്യത്യാസങ്ങളെല്ലാം ദൈവം എവിടെ വെച്ചാ ബ്രേക്ക് ചെയ്യുന്നത്? യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയെ അക്സെപ്റ്റ് ചെയ്യുന്നു, ആ അക്സെപ്റ്റ് ചെയ്യുന്നവരിലേക്ക് ദൈവം നീതീകരണം ആ വ്യക്തിക്ക് കൊടുക്കുകയാണ്. ആ വ്യക്തിക്ക് വിശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിലൂടെ ഈ പവർ, ദൈവ അബ്രാഹത്തിന് കൊടുത്ത ആ പവർ അവരിലേക്ക് വരികയാണ്. അപ്പൊ ഇന്ന് ആ പവർ, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ ദൈവപുത്രന്മാരാണ്. ഇങ്ങനെയെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഞാൻ ദൈവത്തിന്റെ ഒരു മകനാണ്, മകളാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ബാപ്റ്റിസം എന്തിനാണ്? ക്രിസ്തുവിനോട് ഐക്യപ്പെടാനാണ്. 28-ാമത്തെ വാക്യം. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസമില്ല. അപ്പം ബാപ്റ്റിസം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് പിന്നെ വ്യത്യാസങ്ങളില്ല. നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി പിന്നെ യേശു ക്രിസ്തുവിലുള്ള സ്പിരിറ്റിലുള്ള ഐഡന്റിറ്റിയാണ്, ആത്മാവിൽ സ്പിരിറ്റിലുള്ള ഐഡന്റിറ്റിയാണ്. അപ്പം അവിടെ വ്യത്യാസങ്ങളെല്ലാം മാറി യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി അവിടെ നമ്മൾ മാറുകയാണ്. ആ യേശുവിന്റെ ശരീരത്തിന്റെ, കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് നമ്മൾ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. കണ്ടോ, അബ്രാഹത്തിന്റെ സന്തതി എന്ന് പിന്നെ ദൈവം നമ്മളെ വിളിക്കുന്നത്. അബ്രാഹത്തിന്റെ സന്തതി, അബ്രാഹത്തിന്റെ അഭിഷേകം കിട്ടുന്ന, അബ്രാഹത്തിന്റെ അഭിഷേകം അബ്രാഹത്തിന്റെ സന്തതിയിലേക്ക് വന്നു. അപ്പൊ നമ്മൾ അബ്രാഹത്തിന്റെ സന്തതിയാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളാണ്. എന്തിന്റെ അവകാശികളാ? ഈ അവകാശം എന്ന് പൗലോസ് ഇവിടെ പറയുന്നത് എന്താ? ദൈവം അബ്രാഹത്തോട് പറയും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അത് ദൈവം മേളിലിരുന്ന് എപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കില്ല. ആ പവർ ഓൾറെഡി ആ അനോയിറ്റിംഗ് റിലീസ്ഡ് ആണ്. ആ അനോയിറ്റിംഗ് റിലീസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ അഭിഷേകം സ്വീകരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലതോ നന്മയോ
സംരക്ഷിക്കാനോ പ്രൊട്ടക്ട് ചെയ്യാനോ ആയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവം ആ അനോയിറ്റിംഗ് ബ്ലെസ് ചെയ്യും. അവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന അവർ വീണ്ടും തകർന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് പണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈ വേൾഡ് വാർ ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ജൂയിഷ് പീപ്പിളിനെയൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തത്. അവർ പൂറായിട്ടൊരു കൺട്രി ആയിരുന്നു. 1915 ഇന്ത്യയുടെ $1 US-ലെ $15 കൊടുത്താലാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ $1 US-ലെ $15 അത്ര ഇന്ത്യയുടെ രൂപയ്ക്ക് മൂല്യം കൂടുതലായിരുന്നു. അമേരിക്ക അന്ന് ദരിദ്രമായി നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷെ പിന്നീട് അവരെടുത്ത കുറെ തീരുമാനമുണ്ട്. ഈ സ്ക്രിപ്ചറിനെ അവര് ഒബേ ചെയ്തു. ഏത് വ്യക്തി സ്ക്രിപ്ചറിനെ ഒബേ ചെയ്യുന്നോ ദൈവം റിലീസ് ചെയ്ത അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരും. ഈ ഭൂമിയിലുള്ള ഏത് വ്യക്തി സ്ക്രിപ്ചറിനെ ആര് സ്വീകരിക്കുന്നോ, വചനത്തെ ആര് സ്വീകരിക്കുന്നോ, ആ വചനത്തിന്റെ അഭിഷേകം ആ വ്യക്തിയിലേക്ക്, ആ കുടുംബത്തിലേക്ക്, ആ രാജ്യത്തിലേക്ക്, ആ സ്ഥലത്തേക്ക് കടന്നു വരും. ഹല്ലേലൂയ. അപ്പൊ പിന്നീട് നമ്മൾ കാണുന്ന ഒരു ഷിഫ്റ്റാണ്. US നിന്നാണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. അതിനു മുമ്പ് വേറെ പല രാജ്യങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ദൈവം ആ രാജ്യത്ത് നിന്ന് ഇതങ്ങ് റിലീസ് ചെയ്ത് ഒരു അനോയിറ്റിങ്ങിന്റെ പ്രവർത്തനമാണ്. ഇതൊരു വർഗീയ പരാമർശമോ ഇതൊരു ബുദ്ധിയുടെ തലത്തിലുള്ള സംഭവമൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കതങ്ങ് നമ്മൾ ഓർക്കുക, ദൈവം ചെയ്യാനുള്ളതെല്ലാം ദൈവം തന്റെ വചനത്തിലൂടെ ചെയ്തു കഴിഞ്ഞു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലതും സൃഷ്ടിച്ച ദൈവം അബ്രാഹത്തിന് അനുഗ്രഹം കൊടുത്തപ്പോൾ ഒരു പവർ റിലീസ് ചെയ്തു. കുരിശിൽ ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞ സമയത്ത് സകലതും പൂർത്തീകരിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല. എല്ലാം ദൈവത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ കുരിശിലെ പരിഹാര പേരിൽ അവൻ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അതോട് ഐക്യപ്പെട്ട് വിശ്വാസത്തിൽ അതിന്റെ ഫലങ്ങൾ സ്വീകരിച്ച് കർത്താവിന്റെ മഹത്വത്തിൽ നിറഞ്ഞ് ജീവിക്കാൻ, ആ ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളാണ്. ഈ അവകാശികൾക്കായിട്ട് പ്രവർത്തിക്കുന്ന ശക്തിയാണ് എഫേസോസ് ലേഖനം 3-18 നമ്മൾ കാണുന്നത്. എഫേസോസ് ലേഖനത്തിന്റെ 3-18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ അബ്രാഹത്തിന്റെ സന്തതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. 5 അപ്പം എടുത്ത് 2 മീനെടുത്ത് വാഴ്ത്തി വിഭജിച്ച് 10,000 കൊടുത്തപ്പോൾ അവരുടെ ഇടയിൽ ഒരു വലിയൊരു കംപ്ലീറ്റ്നെസ് അവിടെ ഉണ്ടാവുകയാണ്. കർത്താവ് ചെയ്ത ഓരോ അത്ഭുതങ്ങൾക്ക് ഇടയിലും വ്യാപരിക്കുന്ന ഈ ഒരു പവറാണ്. അപ്പൊ ഇന്ന് നമ്മുടെ നടുവിൽ ആ പവർ വ്യാപരിക്കുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തില് നമ്മള് അപ്പസ്തോലന്മാരെ മന്ത്രവാദികളും ആഭിചാരകന്മാരും കൂടോത്രക്കാരും പല രാജാക്കന്മാരും പല തീസിസിലുള്ള ആൾക്കാരും ഇവരെ ആക്രമിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, they were getting filled with the power of the Holy Spirit. അവർ വേറെ ഒന്നിലേക്ക് നോക്കില്ല. അവർ സങ്കീർത്തനങ്ങളാലും കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം അവർക്കറിയാം അവരുടെ മേൽ വരുന്ന പവറിന്റെ വ്യാപ്തി എത്രമാത്രമാണ്, അവർക്ക് വേണ്ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന അനോയിറ്റിങ്ങിന്റെ പ്രത്യേകത എത്രമാത്രമാണ്. ഈ അനോയിറ്റിങ് പരിശുദ്ധാത്മ ശക്തിയിലാണ് ഇത് ഓപ്പറേറ്റഡ് ആകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഈ ഒരു അഭിഷേകത്തിന്റെ നിറവ് വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നമ്മളെ അഭിഷേകം ചെയ്യുന്ന ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെയുള്ള ആ ഒരു ഫുൾനെസ്, അതിനായി ലെറ്റ്സ് പ്രേ ടുഗദർ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ അങ്ങേക്ക് ചെയ്തു തരുവാൻ കഴിയുന്നുവെന്ന് ഞങ്ങൾ വചനത്തിൽ കാണുന്നുണ്ട്. ആ വചനം നൽകുന്ന ഉറപ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാനോ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിലുള്ള ഉറപ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വാക്കുകൾ, പദ്ധതികൾ, അത് ഏത് റലത്തിൽ നിന്ന് വന്നാലും അതിന്റെ മേൽ യേശു ക്രൂശിൽ നേടിയെടുത്ത വിജയത്തിന്റെ അഭിഷേകത്തിലൂടെയുള്ള ആ ഒരു വിജയം ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ, എല്ലാവരുടെ ലൈഫിൽ അത് വെളിപ്പെടട്ടെ. എതിർനാവുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ.
കർത്താവെ, അങ്ങയുടെ അഭിഷേകത്തിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, അങ്ങയുടെ മഹത്വം ഇന്ന് സകലതിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുന്നതിനായി നന്ദി പറയും. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ഈശോയുടെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ആ സംബന്ധത്തിൽ, ഫെലോഷിപ്പിൽ ഞങ്ങൾ മുൻപോട്ട് നയിക്കപ്പെടുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നും. ഗോഡ് ബ്ലസ്.